നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജലി ഷാജു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. കർഷകരെ ദുരിതത്തിലാക്കുന്ന രാസവളം വിലവർദ്ധനവിനെതിരെ ചേർപ്പിൽ പോസ്റ്റ് ഓഫീസ് മാർച്ചുമായി കർഷക സംഘം പ്രതിഷേധം. കർഷക സംഘം ചേർപ്പ് ഏരിയ കമ്മിറ്റിയാണ് പ്രതിഷേധ മാർച്ച് നടത്തിയത്. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ 13ാം വാർഡ് ബാലസഭ രൂപീകരണം നടന്നു. വാർഡ് മെമ്പർ കൃഷ്ണപ്രിയ ശ്രീജിത്ത് രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. കുട്ടനല്ലൂർ ഭഗവതി ക്ഷേത്രം ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിൽ കവർച്ച നടത്തിയ മോഷ്ടാവിനെ 24 മണിക്കൂറിനുള്ളിൽ അഴിക്കുള്ളിലാക്കി തൃശൂർ സിറ്റി പോലീസ്. വാർത്തകൾ വിശദമായി. കർഷകരെ ദുരിതത്തിലാക്കുന്ന രാസവളം വിലവർദ്ധനവിനെതിരെ ചേർപ്പിൽ പോസ്റ്റ് ഓഫീസ് മാർച്ചുമായി കർഷക സംഘം പ്രതിഷേധം. കർഷക സംഘം ചേർപ്പ് ഏരിയ കമ്മിറ്റിയാണ് പ്രതിഷേധ മാർച്ച് നടത്തിയത്. തായംകുളങ്ങരയിൽ നിന്ന് ചെറുപ്പ് പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് പി ആർ വോഗീസ് ഉദ്ഘാടനം ചെയ്തു. ഞങ്ങളുടെ സംഘടന അഖിലേന്ത്യാ കിസാൻ സഭ കേരള കർഷക സംഘം കാർഷിക മേഖലയിലെ ഏറ്റവും വലിയ സംഘടനയാണ്. പക്ഷേ രാജ്യത്തെ മഹാഭൂരിപക്ഷം കൃഷിക്കാരെ അണിനിരത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യം പൂർണ്ണമായും ഇന്ത്യയിലെ കൃഷിക്കാരന്റെ കേരളത്തിലെ കൃഷിക്കാരുടെ സ്ഥിതി. എന്താ ഇങ്ങനെ സമരത്തിന് ഇപ്പൊ പ്രതികൂലമായ കാലാവസ്ഥ ഇപ്പൊ ഇങ്ങനെ മഴ കൂടിയിട്ടുള്ളൂ. ഞങ്ങൾ ഈ സമരം വളരെ കുറച്ച് ദിവസമാണ് തീരുമാനിച്ചത്. അന്ന് ഈ സംസ്ഥാനത്ത് ഏറ്റവും വലിയ ഇടിവെട്ടും മഴയുണ്ടായ ദിവസം സ്വാഭാവികമായിട്ട് പ്രതീക്ഷിക്കുന്നതാണ്. എന്നിട്ട് ഈ പ്രതികൂലമായ കാലാവസ്ഥയിൽ ഞങ്ങൾ കൃഷിക്കാർ അണിനിരത്തിക്കൊണ്ട് ഇങ്ങനെ പ്രതികാരമായി സമരം ചെയ്യാൻ തീരുമാനിച്ചതിന്റെ കാരണം എന്താണ്? നമ്മളൊക്കെ ഇതിനൊക്കെ മനസ്സിലാക്കുന്ന വിഷയമാണ്. ഈ കൃഷിക്കാരന് ഭൂമിയിലേക്ക് ഇറക്കാൻ കഴിയില്ല. അതിന്റെ ഗൗരവം പാവപ്പെട്ട താമരയ്ക്ക് വോട്ട് ചെയ്ത ഈ രാജ്യത്തെ കൃഷിക്കാർ മനസ്സിലാക്കുന്നുണ്ടോ? അന്ധമായ ഇടതുപക്ഷ വിരോധം മാത്രം കൈകൊടുത്ത UDF, കോൺഗ്രസ് അതിനനുഭവിക്കുന്ന കൃഷിക്കാർ ഇത് വരുത്തിവെക്കാൻ പോകുന്ന ദുരന്തത്തെ കുറിച്ച് മനസ്സിലാക്കുന്നുണ്ടോ? വളരെ വിനയപൂർവ്വം നമുക്ക് പറയാനുള്ളത്, കൃഷിക്കാരൻ കോൺഗ്രസ് ആവട്ടെ, മാർക്സിസ്റ്റ് ആവട്ടെ, BJP ആവട്ടെ, അവരിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. അത്രമാത്രം ഇടിത്തി പോലെയാണ് രാസവളത്തിന്റെ വിലവർദ്ധനവ്. വല്ല ന്യായീകരണമുണ്ടോ? എന്തെങ്കിലും കാരണമുണ്ടോ ഈ വിലവർദ്ധന ന്യായം പറയാനായിട്ട്? ഒരു ന്യായീകരണമില്ല. നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ പാവപ്പെട്ടവർ ബാധിക്കുന്ന പ്രശ്നങ്ങളെ വിശദാംശം പോയാല് എത്ര മണിക്കൂർ സംസാരത്തിന് കഴിയുന്നത് തനിയെ നോക്കൂ. അത്ര അപകടകരമായ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾക്ക് ഇതൊന്നുമല്ല പ്രശ്നം. എന്തൊരു ബില്ലാൽ വീര ശൂരവീര പരാക്രമിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എന്നോടും വലിയ സൂര്യവീര പരാക്രമിയാണ് ആഭ്യന്തര മന്ത്രി അമിത്ഷാ. ഇപ്പോ അവരുടെ മുഖ്യമായ പണി അമ്പും വില്ലെടുത്ത് പാറ്റയെ പിടിക്കാൻ. ചേർപ്പ് ഏരിയ പ്രസിഡന്റ് PK ലോഹിതാക്ഷൻ അധ്യക്ഷനായി. ഞാൻ കൃഷിരംഗത്തേക്ക് ഇല്ല എന്ന് പറയുകയാണ് നരേന്ദ്രമോദിയുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയം. അതിന്റെ ചില കാര്യങ്ങളാണ് ഇവിടെ സൂചകമായി മോഹൻദാസ് സൂചിപ്പിച്ചത്. ഈ രാജ്യം കാർഷിക രാജ്യമായ ഇന്ത്യയിലെ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വേണ്ട വളം, അതുപോലെ തന്നെ കീടനാശിനി വസ്തുക്കളൊക്കെ തന്നെ മോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ കേവലം 400 രൂപ ഒരു ചാക്കിനുണ്ടായിരുന്ന വളത്തിന്റെ കാര്യം മോഹൻദാസ് ഇപ്പൊ പറഞ്ഞത് അത് 2000 ആയിരുന്നു. എങ്ങനെയാണ് കർഷകൻ, നെൽകൃഷിക്കാരനായാലും തെങ്ങ് കൃഷിക്കാരനായാലും നിലത്തിറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാക്കിയിട്ടിരിക്കുകയാണ്. ഇത് കേവലം മോദിയുടെ സൃഷ്ടി മാത്രമാണ്. മറ്റു ലോകരാഷ്ട്രങ്ങളെ ആശ്രയിച്ചു കഴിയുന്ന ഒരു രാജ്യമാക്കി ഇന്ത്യയെ മാറ്റിയെടുക്കുക എന്നുള്ള അദ്ദേഹത്തിന്റെ കാര്യം. ഉത്പാദന മേഖലയെ തകർക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ കൃഷി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, കാർഷിക ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരണമെങ്കിലും പോകണമെങ്കിലും എല്ലാം വാഹന സൗകര്യങ്ങളോട് കൂടി നമുക്ക് ചെയ്യാൻ കഴിയും. ഇന്ന് നിങ്ങൾ കാണുന്നില്ലേ, 4 ദിവസം കൊണ്ട് സെക്കൻഡുകൾ വെച്ചുകൊണ്ടാണ് ഈ വാഹനങ്ങൾ ഓടിക്കാൻ കഴിയുന്ന ഇന്ധനത്തിന്റെ വില കയറ്റം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു മറുപടിയും കേന്ദ്ര സർക്കാരിനോ BJPക്ക് പറയാനില്ല.
എന്ത് രാഷ്ട്രീയമാണ് അവിടെ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. ഈ രാജ്യത്തെ ജനങ്ങളെ കബളിപ്പിച്ച് വോട്ട് വാങ്ങി അധികാരത്തിൽ വരുന്നു, വീണ്ടും വീണ്ടും കബളിപ്പിക്കപ്പെടുന്നു ജനങ്ങൾ എന്നുള്ളതാണ്. ഏരിയ സെക്രട്ടറി KS മോഹൻദാസ്, സ്റ്റേനി ചാക്കോ എന്നിവർ സംസാരിച്ചു. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ 13ാം വാർഡ് ബാലസഭ രൂപീകരണം നടന്നു. വാർഡ് മെമ്പർ കൃഷ്ണപ്രിയ ശ്രീജിത്ത് രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. CDS അംഗം പ്രമീള മിത്രൻ അധ്യക്ഷയായി. ജില്ലാ മിഷൻ കമ്മ്യൂണിറ്റി കൌൺസിലർ ശ്രീന ബാലസഭ വിശദീകരണം നടത്തി. ബാലസഭ കോർഡിനേറ്റർ ശ്രീജ, CDS അംഗങ്ങളായ രമണി നന്ദകുമാർ, സൗമ്യ എന്നിവർ സംസാരിച്ചു. കുട്ടനല്ലൂർ ഭഗവതി ക്ഷേത്രം ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിൽ കവർച്ച നടത്തിയ മോഷ്ടാവിനെ 24 മണിക്കൂറിനുള്ളിൽ അഴിക്കുള്ളിലാക്കി തൃശൂർ സിറ്റി പോലീസ്. തൃശൂർ കുട്ടനല്ലൂർ ഭഗവതി ക്ഷേത്രത്തിൽ കഴിഞ്ഞ ദിവസം രാത്രി കവർച്ച നടത്തിയ പ്രതിയായ കൊൽക്കത്ത സ്വദേശിയായ 40 വയസ്സുള്ള സോബുൾ എന്നയാളെയും പ്രതിയുടെ പക്കൽ നിന്നും മോഷണം മുതൽ വാങ്ങിയ തിരുനെൽവേലി സ്വദേശിയായ ആദിയപ്പൻ എന്ന രാജു എന്നയാളെയുമാണ് സംഭവം നടന്ന് 24 മണിക്കൂറിനുള്ളിൽ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള സഗോബ് ടീമും ഒല്ലൂർ പോലീസും ചേർന്ന് പിടികൂടിയത്. ഈ മാസം 18-ാം തീയതി ഒല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട കുട്ടനല്ലൂർ ഭഗവതി ക്ഷേത്രം, പല്ലുതേവർ, മഹാവിഷ്ണു ക്ഷേത്രം എന്നിവിടങ്ങളിൽ മോഷ്ടാക്കൾ കയറി ക്ഷേത്രത്തിലെ വിലപിടിപ്പുള്ള ഉരുപ്പടികൾ കവർച്ച നടത്തിയിരുന്നു. തുടർന്ന് 23-ാം തീയതി വീണ്ടും കുട്ടനല്ലൂർ ക്ഷേത്രത്തിൽ കവർച്ച നടത്തുകയും ചെയ്തിരുന്നു. തുടർന്ന് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ രാജേന്ദ്ര ദേശ്മുഖ് IPSന്റെ നേതൃത്വത്തിലുള്ള സിറ്റി സാഗോഗ് ടീമിനെ കേസുകളുടെ അന്വേഷണം ഏൽപ്പിക്കുകയും ടീം സംഭവസ്ഥലത്തെ ക്യാമറകൾ കേന്ദ്രീകരിച്ചും സംശയമുള്ളവരെ ചോദ്യം ചെയ്തും മറ്റും നടത്തിയ അന്വേഷണത്തിലാണ് 2 കേസുകളിലും ഉൾപ്പെട്ട 1-ാം പ്രതിയായ കൊൽക്കത്ത സ്വദേശിയെയും 2-ാം പ്രതിയെയും കുട്ടനല്ലൂർ ഭാഗത്തു നിന്നും അറസ്റ്റ് ചെയ്തത്. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ രാജേന്ദ്ര ദേശ്മുഖിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിൽ തൃശൂർ സിറ്റി സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ സേതു, ഒല്ലൂർ പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ തോംസൺ, ഒല്ലൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഫൈസൽ എന്നിവരും തൃശൂർ സിറ്റി സാഗോഗ് ടീം അംഗങ്ങളായ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ PK പഴനിസ്വാമി, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സജി ചന്ദ്രൻ, കൃഷ്ണപ്രസാദ്, റജിൻ എന്നിവരും സിവിൽ പോലീസ് ഓഫീസർമാരായ സുനീബ്, സിംസൺ, ശ്രീജിത്ത്, നൈജോൺ, അരുൺ എന്നിവരും ഒല്ലൂർ പോലീസ് സ്റ്റേഷനിലെ CPO അനീഷ് എന്നിവരുമാണ് ഉണ്ടായിരുന്നത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ആംബുലൻസ് സർവീസിന്റെ മറവിൽ മയക്കുമരുന്ന് കടത്ത്. വാണിയംപാറയിൽ വാഹന പരിശോധനയിൽ പിടിച്ചെടുത്തത് 250 ഗ്രാം MDMA. തൃശൂർ ഡിസ്ട്രിക്ട് ആന്റി നാർക്കോട്ടിക്സ് സ്പെഷ്യൽ ആക്ഷൻ ഫോഴ്സും ഹൈവേ പോലീസും ചേർന്ന് നടത്തിയ പരിശോധനയിൽ 250 ഗ്രാമിലധികം MDMA പിടികൂടി. ഇന്ന് രാവിലെ 6:30 വെട്ടിക്കൽ അഞ്ചേരി സ്വദേശികളായ ഫെയ്ത്തും സന്ദീപും സഞ്ചരിച്ചിരുന്ന ഷാരോൺ എന്ന ആംബുലൻസിൽ നിന്നാണ് MDMA പിടികൂടിയത്. ബംഗളൂരുവിൽ നിന്നും വരുന്നതിനിടയിൽ ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് വാഹനം പരിശോധിക്കുകയായിരുന്നു. പരിശോധനയ്ക്കിടെ ആംബുലൻസിലെ ബീക്കൺ ലൈറ്റിനുള്ളിൽ ഒളിപ്പിച്ച നിലയിലാണ് ലഹരിമരുന്ന് കണ്ടെത്തിയത്. സംഭവത്തിൽ ഇരുവരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. കൂടുതൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് പോലീസ് അറിയിച്ചു. തൃശൂർ കുണ്ടൂരിൽ വീടിന്റെ മേൽക്കൂര തകർന്നു വീണ സംഭവത്തിൽ അമ്മയും മകനും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. തിങ്കളാഴ്ച വൈകിട്ടാണ് സംഭവം നടന്നത്. അപ്രതീക്ഷിതമായി ഭീകര ശബ്ദം കേട്ടതിനെ തുടർന്ന് ഇരുവരും വീട്ടിൽ നിന്നും പുറത്തിറങ്ങി ഓടുകയായിരുന്നു. പിന്നാലെ വീടിന്റെ മേൽക്കൂര വലിയ ശബ്ദത്തോടെ തകർന്നു വീണു. സമയോചിതമായി പുറത്തേക്ക് രക്ഷപ്പെട്ടതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. സംഭവത്തെ തുടർന്ന് വീട് താമസയോഗ്യമല്ലാത്ത നിലയിലായതായി നാട്ടുകാർ പറഞ്ഞു. ശാന്തയും കുടുംബവും താൽക്കാലികമായി 2ാമത്തെ മകന്റെ വീട്ടിലേക്ക് മാറി താമസിക്കാനാണ് തീരുമാനം. മുസ്ലിം ലീഗ് കൂരിക്കുഴി ശാഖ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ PM അബ്ദുൾ മജീദ് KU അബു മാസ്റ്റർ അനുസ്മരണ സംഗമം നടത്തി. കൂരിക്കുഴി സെന്ററിലാണ് അനുസ്മരണ സംഗമം സംഘടിപ്പിച്ചത്. മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് PK മുഹമ്മദ് അനുസ്മരണം ഉദ്ഘാടനം ചെയ്തു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK സക്കരിയ അധ്യക്ഷത വഹിച്ചു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വീണ സുരേന്ദ്രൻ മുഖ്യാതിഥിയായി. മുസ്ലിം ലീഗ് പഞ്ചായത്ത് സെക്രട്ടറി KK അഫ്സൽ, PM അബ്ദുൾ മജീദ് അനുസ്മരണവും മുസ്ലിം ലീഗ് കയ്പമംഗലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AM അബ്ദുള്ളക്കുട്ടി KU അബു മാസ്റ്റർ അനുസ്മരണവും നടത്തി. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷീബ സതീഷ്, കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷാഹിർ പഴുമ്പറമ്പിൽ, നസീമ പുതിയ വീട്ടിൽ, മുസ്ലിം ലീഗ് കയ്പമംഗലം നിയോജക മണ്ഡലം ട്രഷറർ TK ഉബൈദു, വൈസ് പ്രസിഡന്റ് പുത്തംകുളം സെയ്തു ഹാജി, കൂരിക്കുഴി മഹല്ല് ജനറൽ സെക്രട്ടറി KK ഹംസ, കൂരിക്കുഴി മഹല്ല് പ്രവാസി അസോസിയേഷൻ UAE സെക്രട്ടറി AA ഷാജി, മുസ്ലിം ലീഗ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK അലി, വനിതാ ലീഗ് നിയോജക മണ്ഡലം ട്രഷറർ റസിയ നാസർ, PS മുഹമ്മദ് ഫയാസ്, PM അബ്ദുൽ അസീസ്, PM മൻസൂർ, MA മുഹമ്മദ്, PA അനസ്, ശാഖാ പ്രസിഡന്റ് KM അബ്ദുൽ കരീം, ട്രഷറർ CK റഷീദ് എന്നിവർ സംസാരിച്ചു. SNDP യോഗം ചന്ദ്രാപിന്നി ശാഖയിൽ SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കായി അനുമോദനം സംഘടിപ്പിച്ചു. ചടങ്ങിൽ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു.
SNDP യോഗം നാട്ടിക യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്നാത്ത് അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ശാഖാ പ്രസിഡന്റ് സലി തഷ്നാത്ത് അധ്യക്ഷനായി. യൂണിയൻ സെക്രട്ടറി മോഹനൻ കണ്ണമ്പുള്ളി, ശാഖാ സെക്രട്ടറി അദ്വൈത് വയനപ്പിള്ളിൽ, യൂണിയൻ യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് പ്രഭാസ് ശങ്കർ, പ്രോഗ്രാം ചീഫ് കോർഡിനേറ്റർ സജയ് വയനപ്പിള്ളിൽ എന്നിവർ സംസാരിച്ചു. CPI ചന്ദ്രാപിനി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊൻകതിർ ബാലവേദി ക്യാമ്പ് സംഘടിപ്പിച്ചു. VK കുമാരൻ സ്മാരക സാംസ്കാരിക നിലയത്തിലാണ് ക്യാമ്പ് ഒരുക്കിയത്. മുൻ MLA AT ടൈസൺ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. CPI ലോക്കൽ സെക്രട്ടറി CB അബ്ദുൽ സമദ് അധ്യക്ഷനായി. KK വത്സരാജ് MLA, ജില്ലാ പഞ്ചായത്ത് അംഗം KS ജയ, ബാലവേദി ജില്ലാ ചെയർമാൻ ഷാജി കാക്കശ്ശേരി, കൺവീനർ സജ്ന പർവീൻ, മണ്ഡലം ചെയർമാൻ ദിവ്യ അനീഷ്, TP രഘുനാഥ്, MD സുരേഷ്, MM ഗിരീന്ദ്രബാബു എന്നിവർ സംസാരിച്ചു. ബാലവേദി ജില്ലാ ഭാരവാഹി VS ഉണ്ണികൃഷ്ണൻ ക്ലാസ് നയിച്ചു. കുന്നംകുളത്ത് നിയന്ത്രണം വിട്ട കാർ ഓട്ടോറിക്ഷയിലും സ്വകാര്യ ബസ്സിലും ഇടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. കാറിലെ യാത്രക്കാരും നന്നമുക്ക് സ്വദേശികളുമായ കുഞ്ഞത്ത് വീട്ടിൽ 19 വയസ്സുള്ള ശ്രീജീവ്, 65 വയസ്സുള്ള പത്മനാഭൻ എന്നിവർക്കും ഓട്ടോറിക്ഷ ഡ്രൈവറായ ചാലിശ്ശേരി സ്വദേശി കുന്നത്ത് വളപ്പിൽ വീട്ടിൽ 34 വയസ്സുള്ള ജിതിൻ എന്നിവർക്കുമാണ് അപകടത്തിൽ പരിക്കേറ്റത്. ഇന്ന് പുലർച്ചെ 6:30യോടെയാണ് അപകടം സംഭവിച്ചത്. ഗുരുവായൂർ ഭാഗത്തു നിന്ന് വരികയായിരുന്ന കാർ പെട്ടെന്ന് നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷയിലും തുടർന്ന് മാലായ ജംഗ്ഷനിൽ യാത്രക്കാരെ കയറ്റുന്നതിനായി നിർത്തിയിട്ടിരുന്ന സ്വകാര്യ ബസ്സിന് പുറകിലും ഇടിക്കുകയായിരുന്നു. ഗുരുവായൂർ കോഴിക്കോട് റൂട്ടിൽ സർവീസ് നടത്തുന്ന ശ്രീ അയ്യപ്പൻ എന്ന ബസ്സിലേക്കാണ് കാർ ഇടിച്ചു കയറിയത്. കാർ ഓടിച്ചുകൊണ്ടിരിക്കെ ബ്രേക്ക് ചവിട്ടുന്നതിന് പകരം അബദ്ധത്തിൽ ആക്സിലേറ്റർ ചവിട്ടിയതാണ് വാഹനം നിയന്ത്രണം വിട്ട് അപകടത്തിൽപ്പെടാൻ കാരണമായതെന്ന് പറയുന്നു. അപകടം നടന്നയുടൻ തന്നെ സംഭവസ്ഥലത്തുണ്ടായിരുന്ന മറ്റ് ഓട്ടോറിക്ഷ തൊഴിലാളികളും നാട്ടുകാരും ചേർന്ന് പരിക്കേറ്റവരെ കുന്നംകുളം ദയാ റോയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോറിക്ഷയും സ്വകാര്യ ബസിന്റെ പിൻഭാഗവും ഭാഗികമായി തകരുകയും കാറിന്റെ മുൻവശം പൂർണ്ണമായും തകരുകയും ചെയ്തിട്ടുണ്ട്. അപകടത്തെ തുടർന്ന് മേഖലയിൽ കുറച്ചു സമയത്തേക്ക് ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ കുന്നംകുളം പോലീസ് തുടർ നടപടികൾ സ്വീകരിക്കുകയും ഗതാഗതം പുനഃസ്ഥാപിക്കുകയും ചെയ്തു. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 14,565 രൂപ, പവന് 1,16,520 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. കർഷകരെ ദുരിതത്തിലാക്കുന്ന രാസവളം വിലവർദ്ധനവിനെതിരെ ചേർപ്പിൽ പോസ്റ്റ് ഓഫീസ് മാർച്ചുമായി കർഷക സംഘം പ്രതിഷേധം. കർഷക സംഘം ചേർപ്പ് ഏരിയ കമ്മിറ്റിയാണ് പ്രതിഷേധ മാർച്ച് നടത്തിയത്. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ 13ാം വാർഡ് ബാലസഭ രൂപീകരണം നടന്നു. വാർഡ് മെമ്പർ കൃഷ്ണപ്രിയ ശ്രീജിത്ത് രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. കുട്ടനല്ലൂർ ഭഗവതി ക്ഷേത്രം ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിൽ കവർച്ച നടത്തിയ മോഷ്ടാവിനെ 24 മണിക്കൂറിനുള്ളിൽ അഴിക്കുള്ളിലാക്കി തൃശൂർ സിറ്റി പോലീസ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.